എടാ ഇങ്ങ് വന്നടാ. ആ വണ്ടി സൈഡിൽ കൂടി ഈ വലതുവശത്തോടെ അല്ല ഓടിക്കണ്ടേ, വണ്ടി ഓടിക്കുമ്പോൾ ഇടതുവശത്തോടെ പോകണം കേട്ടോ. എന്ന് വെച്ചാൽ പിള്ളേർ ഈ വണ്ടിക്കാർ പെട്ടെന്ന് നിന്നെ പോണ കാണുമ്പോൾ നീ ഒരു ചെറിയ പയ്യനായിട്ട് കാണുപോലുമില്ല. എവിടെ വീട്? ആണോ? റോബിൻ്റെ അല്ല. അത് പോട്ടെ. അപ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം, പറന്ന് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കേട്ടോ. എന്നാൽ ഇടത് സൈഡ് ചേർത്ത് ഓടിക്കുക. ഓക്കെ, ഇതിലല്ല പോകണ്ടേ. ഓക്കെ, അപ്പുറത്തോടെ പോ. ഞാൻ അജയ് ഉണ്ണി. ഞാനിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ഈ പയ്യനെ ഞാൻ കണ്ടുമുട്ടിയാണ്. നമ്മുടെ ഒരു പയ്യൻ ഇങ്ങനെ ഞാനിവിടെ ഇരിക്കുമ്പം ഒന്ന് കാറ്റ് കൊള്ളായിരുന്നു. അപ്പം ഒരു പയ്യൻ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് ചെറിയൊരു 5 വയസ്സ് അല്ലെ 6 വയസ്സ്, മാക്സിമം 6 വയസ്സേ കാണുള്ളൂ. അങ്ങനെയുള്ള ഇതുമാതിരി തിരക്കുള്ള ഈ റോട്ടിൽ കൂടെ അങ്ങനെയുള്ള ചെറിയ പിള്ളേരൊന്നും ദൈവത്തെ ഓർത്ത് നിങ്ങൾ കാരണവന്മാർ വിടരുത്. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നോക്കുക, വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെതറി ചീറിപ്പാഞ്ഞ് കിടക്കണം. അത് ഒന്നാമത്തെ വശം. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാൽ അതുമല്ല ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെയാണ്, ഇന്നൊരു ഞായറാഴ്ചയാണ്, ഈ കള്ളു കുടിച്ചിട്ടൊക്കെ വന്നവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് വെളിവൊന്നും കാണില്ല, ഈ പിള്ളേരെ പെട്ടെന്ന് കാണില്ല, ചെറിയ പിള്ളേരൊക്കെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, ഇങ്ങനെയുള്ള നമ്മൾ ഈ നാട്ടിൽ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ 2-3 പിള്ളേരെയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചിനെയൊക്കെ തടഞ്ഞു നിർത്തി. ഞാനിപ്പോൾ തടഞ്ഞു നിർത്തി. ഇപ്പം ആ കൊച്ചിതേ എൻ്റെ അടുത്ത് നിന്നു. അതുപോലെ ഒരു വണ്ടിക്കാരൻ വന്ന് തടഞ്ഞു നിർത്തി. ആ കൊച്ചോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊച്ച് ഞാൻ പേടിച്ച് പറയുക. ആ കൊച്ച് എന്നോട് കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ച് കയറിപ്പോവും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കാരണവന്മാർ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നാട്ടിലുള്ള ആൾക്കാരെല്ലാം പല രീതിയിലും പല സ്വഭാവത്തിലുള്ള ആൾക്കാരായിരിക്കാം. ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന കേസുകെട്ടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറയാനായിട്ട് വന്നതാണ്. പിന്നെ പിള്ളേർ ആവേശത്തിൻ്റെ ഓർത്ത് പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഈ പിള്ളേരോട് കറക്റ്റായിട്ട് അത് വല്ല ഗ്രൗണ്ടിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടിച്ച് ആദ്യം കുറച്ച് പക്വതയൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ പറയും. ആ പയ്യന് വണ്ടി നന്നായിട്ട് ഓടിക്കാനൊക്കെ അറിയാം. പക്ഷേ ഓപ്പോസിറ്റ് വന്നവൻ അറിയാൻ പാടില്ലാത്ത ആളാണെങ്കിൽ ഒരു അപകടമാണ്. ഇതൊന്ന് പറയാമെന്നാണ്. അപ്പം നമസ്കാരം.